ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കർക്കിടക മാസം കൂടെ ആയതുകൊണ്ട് മഴ നല്ലപോലെ തകൃതയായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, വെള്ളമൊക്കെ കാണുമ്പോൾ പോയി ചാടാതിരിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ഒത്തിരി പേരുണ്ട്. കാര്യം എത്ര നമ്മൾ സമ്പാദിച്ചാലും നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും ഇരിക്കാത്തൊരവസ്ഥയുണ്ട് കേട്ടോ. ഒരു രൂപ പോലും നമ്മൾ കഷ്ടപ്പെടുന്നത് മാത്രമായിരിക്കും നമുക്ക് മിച്ചം. നമ്മൾ എങ്ങനെയൊക്കെ സ്വരുക്കൂട്ടി കുറച്ച് പൈസ സൂക്ഷിച്ച് വെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, അതെങ്ങനെയും നമുക്ക് നഷ്ടപ്പെട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കും. നഷ്ടപ്പെട്ട് പോകുമെന്ന് പറഞ്ഞാൽ ആരും എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ആയിരിക്കും. നമുക്ക് നമ്മുടെ വീട്ടിൽ അതിൻ്റെ ഇരട്ടി ചിലവും കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഒരിച്ചിരി പൈസ മാറ്റി വെക്കുമ്പോഴായിരിക്കും ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്നത്. അപ്പം നമ്മുടെ പൈസ മൊത്തം നമ്മൾ അങ്ങോട്ട് ചിലവാക്കും. പിന്നെ നമ്മൾ ചിലപ്പോൾ കടവും കൂടെ മേടിച്ചായിരിക്കും നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റിയൊരു മന്ത്രമാണിത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത്, നമുക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് എവിടെന്നെങ്കിലേക്കും ആരിൽ നിന്നൊക്കെ നമുക്കൊരു ഹെൽപ്പ് കിട്ടുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പറയായിരിക്കും ഇതും ചൊല്ലിക്കൊണ്ട് വീട്ടിൽ ഇരുന്നാൽ മതിയോ, പണിക്ക് പോകണ്ടല്ലോ എന്ന്. ഞാൻ അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഈ പറയുന്നത്. ജോലിക്ക് പോയി കഷ്ടപ്പെട്ടേച്ചും എന്നിട്ടും നമുക്ക് ഒന്നും സമ്പാദിക്കാൻ പറ്റിയില്ല, ഒന്നും നമുക്ക് മിച്ചം വെക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ മടി പിടിച്ച് വീട്ടിൽ ഇരുന്ന് ഒരു പണിക്കും പോകാതെ വീട്ടിൽ ഇരുന്നേച്ച് എനിക്ക് ആരെങ്കിലുമൊക്കെ കൊണ്ടുതരും, ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറ്റിച്ച് കടം പിടിച്ച് ജീവിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത്, എപ്പോഴും നമ്മൾ ജോലി ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. നമുക്ക് ആരും അല്ല കൊടുത്ത്, നമ്മളിപ്പോൾ ഒരാൾ നമുക്കൊരു വിഷമ സമയത്ത് നമ്മളെ സഹായിച്ചാൽ അവർക്ക് നമുക്ക് തിരിച്ചു കൊടുക്കുകയും കൂടി ചെയ്താൽ വീണ്ടും നമുക്കൊരാവശ്യം വന്ന് അവർ നമ്മളെ സഹായിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. കാര്യം ജോലി ചെയ്യുക, നമ്മൾ പണം സമ്പാദിക്കുന്നു, അത് നമുക്ക് കരുതി വെക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക്, നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് കയ്യിൽ സമ്പാദ്യം അത് നമുക്ക് സമ്പാദിച്ച് വെക്കാനായിട്ട് പറ്റത്തില്ല. അന്നേരത്തെ കാര്യങ്ങൾ മാത്രം നമ്മുടെ നടന്ന് തീർന്ന് അങ്ങ് പോകും. നമുക്കൊന്നും സമ്പാദ്യമില്ല, നമ്മളൊന്നും കരുതി വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥ നമുക്ക് പലർക്കും ഉണ്ട്. കാര്യം ഇഷ്ടം പോലെ നമ്മൾ പറയും, ഇഷ്ടം പോലെ പൈസ കൈ വരുന്നുണ്ട്, പക്ഷേ ഇതിലേ പോയെന്നറിയത്തില്ല, എല്ലാം ചിലവാന്ന് പറയും. ചിലപ്പോൾ നമ്മൾ പറയും ഇത്രയും രൂപ കിട്ടി, കടലിൽ കായം കലക്കിയ പോലായി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതുപോലുള്ളൊരു വിഷമ അവസ്ഥകൾ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഇതുപോലെ ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടി വേണം ഇത് ചെല്ലാനായിട്ട്. അല്ലാതെ വിശ്വാസം ഇല്ലാതെ നമ്മളിത് ചെല്ലാൻ നിന്നാൽ ശരിയാകില്ല. പിന്നെ ചിലരുണ്ട് പെട്ടെന്ന് പണക്കാരാകണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വരുന്നവരുണ്ട്. അവർക്കാണ് ഈ കാര്യങ്ങളൊന്നും സാധിച്ച് കിട്ടാത്ത കേട്ടോ. അങ്ങനെ ഒത്തിരി പേര് അയ്യോ ഞാനിത് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ശരിയായില്ല, അയ്യോ ഇതെനിക്ക് കിട്ടുന്നില്ല, അയ്യോ ഇത് ചുമ്മാതാണ് കിട്ടിയില്ല, ഇതൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അത് എന്നാന്നറിയാം, അവർക്ക് വിശ്വാസമല്ല, അവർക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും തട്ടി മുട്ടി എന്നതിലൊക്കെ ഇച്ചിരി സമ്പാദ്യം ഉണ്ടാക്കണം, അതിന് ഇതൊന്ന് പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നവരാണ്. അവർക്കൊന്നും യാതൊരു റിസൾട്ടും കിട്ടുന്നില്ല. കാര്യം അവരുടെ ഉള്ളിൽ ഭക്തിയോ വിശ്വാസമോ ഇല്ല. പിന്നെ അവരെന്നു വെച്ചാൽ ചെല്ലി നോക്കിയേക്കാം, കിട്ടട്ടെ എടുത്തേക്കാം എന്നൊരു മൈൻഡാണ്. അങ്ങനെയുള്ളവരാണ് ഈ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വരുന്നതും ഈ കിട്ടാതെ വരുന്നവരും. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും നമ്മൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്, നമുക്ക് ഉറപ്പായിട്ടും കാര്യം സാധിച്ചു കിട്ടും. നമ്മളത് അല്ലാതെ നമ്മൾ ഈ എന്നതേലും കാര്യങ്ങൾ കേൾക്കുമ്പം എന്നാൽ ഒന്ന് നോക്കിയേക്കാം, ഇത് കിട്ടിയാൽ നമുക്ക് കിട്ടട്ടെ എന്നുള്ള രീതി ചെയ്യുന്നവർക്കാണ് കിട്ടാത്തത്. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. നിങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചെല്ലിയാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങളിത് ചെല്ലണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പോകാം. അല്ലാതെ ഇത് പണിക്ക് പോകാതിരുന്നാൽ പൈസ ഇങ്ങോട്ട് വീട്ടിലോട്ട് കൊണ്ടുതരും എന്നൊക്കെ ഉള്ള വിശ്വാസത്തോടെ ഇരുന്ന് നിങ്ങൾ ചെല്ലാനിരുന്നാൽ ഒരു രൂപ പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല. നമ്മൾ കഷ്ടപ്പെടുമ്പം അത് നമുക്ക് സ്വരുക്കൂട്ടി വെക്കാനും നമ്മുടെ കയ്യിലേക്ക് വീണ്ടും പണങ്ങൾ വരാനുള്ള വഴികൾ തെളിഞ്ഞു വരാനും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പം പണം നമ്മൾ കയ്യിൽ എത്ര സൂക്ഷിച്ചാലും കൈ നിൽക്കാതിരിക്കുക, നമുക്ക് നഷ്ടപ്പെട്ടു പോവുക ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മന്ത്രം ചൊല്ലി നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളെ ഭാഗ്യം തേടി വരികയും നിങ്ങൾക്ക് പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതങ്ങനെ ആകർഷിക്കപ്പെടുന്നതിനും കൂടെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് എന്നതാണെന്നുള്ളത്, ആ മന്ത്രം എന്നതാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ വീഡിയോയിലൂടെ കാണിക്കാമേ. യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യപതിയെ ധനധാന്യ സമൃദ്ധിം മേം ദേഹി ദാപയ സാഹ.
അപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ, അതാണ് ചെല്ലേണ്ടത്. അതുപോലെ തന്നെ ഇത് 21 പ്രാവശ്യമാണ് നമ്മളിത് ചെല്ലേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് എത്ര ദിവസം ചെല്ലണമെന്ന് ചോദിക്കും. അങ്ങനെയല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് നമ്മളങ്ങ് 21 ദിവസം അങ്ങ് ചെല്ലുക. അതിന് നമുക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാകത്തേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഒരു നഷ്ടവും നമുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു മന്ത്രം 21 പ്രാവശ്യം നിങ്ങൾ ചൊല്ലി നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും നിങ്ങൾ ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സായിട്ട് പ്രാർത്ഥിക്കുക. അതല്ല, ഇനി വിളക്ക് കത്തിക്കുന്നവരൊക്കെ ആണെങ്കിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ കാര്യം സാധിച്ചു കിട്ടും. അപ്പോൾ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇട്ടേക്കുന്ന വീഡിയോസ് എല്ലാം ഞാൻ പരീക്ഷിച്ച് എനിക്ക് വിജയിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ ഇത് ഞാനും മറ്റുള്ളവരുടെ ഇതിൽ നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഞാനും പഠിക്കുന്നത്. അതിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്തതിന് ശേഷമാണ് നിങ്ങളിലേക്കും കൂടെ പറയുന്നത്. അപ്പോൾ എന്നെപ്പോലെ ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ എന്നും കൂടെ ഓർത്താണ്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഇത് അന്ധവിശ്വാസമോ മന്ത്രമോ ക്ഷുദ്രമോ ഒന്നുമല്ല കേട്ടോ. ഇതൊരു കുബേര മന്ത്രമാണിത്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ കുബേരൻ്റെ പ്രതിമ വെക്കുന്നതും ആ ഒരു ഇത് എങ്ങനെയുള്ളതാണ് വെക്കേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞത്. എൻ്റെ ആരോ ചോദിച്ചിട്ടായിരുന്നു ഞാനത് പറഞ്ഞത്, അങ്ങനെ ഒരു വീഡിയോ. അത് ഞാനിങ്ങനെ ഓരോന്നിൽ നിന്നെല്ലാം കൂടെ കണ്ട് കേട്ടുമൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുള്ളത്. കുബേര പ്രതിമയ്ക്ക് നല്ല വെയിറ്റുള്ള പ്രതിമ വേണം വീട്ടിൽ വെക്കാനായിട്ട്. നമ്മൾ ഇരിക്കുന്ന പ്രതിമ വെക്കാതെ നിൽക്കുന്നത് വെക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. വീടിൻ്റെ കയറി വരുന്നതേ കാണാൻ പറ്റുന്ന സ്ഥലത്ത് അത് വെക്കണമെന്നും ഒക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം. അത് വെക്കുന്ന രീതിയും ഞാൻ പറഞ്ഞായിരുന്നു. കുബേരയുടെ പ്രതിമ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ നല്ലപോലെ ഒന്ന് ശുദ്ധിയാക്കി എടുക്കണം. അതിന് നമ്മൾ 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴുകി ശുദ്ധിയാക്കി എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്നും അത് കഴിഞ്ഞ് അത് നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുവാണെങ്കിലും അതൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിലെ ശക്തി കുറയാൻ ഇതുണ്ട്. അതിന് വേണ്ടിയാണ് ആ പോസിറ്റീവ് എനർജി കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ആഴ്ച ചെയ്യാൻ പറയുന്നത്. അതുപോലെ എപ്പോഴും നല്ല ശുദ്ധ വൃത്തിയായിട്ട് ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തുടച്ച് വൃത്തിയാക്കി പൊടിയൊന്നും പിടിക്കാതെ നല്ല ഇതായിട്ട് വെക്കണം. നമ്മളല്ലെങ്കിൽ ഇത് കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഇത് ഇവിടുന്ന് മാറ്റിയാൽ ഇനി വല്ല ദോഷമാകുമ്പോൾ നമ്മൾ അനക്കല്ല അവിടെ തന്നെ വെക്കും. പക്ഷെ അങ്ങനെ പൊടി പിടിച്ച് കിടന്നാലും നമുക്ക് ദോഷങ്ങൾ. ഇതുകൊണ്ട് വെക്കുമ്പോൾ നമുക്ക് നല്ല ഐശ്വര്യമായിട്ട് വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ദോഷങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും ഇത് വെച്ചിട്ട് ആ സമയത്തൊക്കെ നല്ല ഐശ്വര്യമായിരുന്നു, ഇപ്പോൾ പിന്നെയും പ്രശ്നങ്ങളാണെന്ന് പറയാം. അതെന്നാന്ന് ചോദിച്ചാൽ നമ്മളിത് ആഴ്ചയിലെടുത്ത് അത് വൃത്തിയാക്കി വെക്കാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. എന്നാലും അതിലേക്ക് ആ പോസിറ്റീവ് എനർജി വീണ്ടും തിരിച്ച് കയറി നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് കുബേര പ്രതിമ എപ്പോഴും വെക്കുന്നിടം നല്ല വൃത്തിയായിരിക്കണം. അതുപോലെ പൂക്കളൊക്കെ വെച്ച് നല്ല ഇതായിട്ട് വെക്കാൻ, വിളക്കൊക്കെ കത്തിക്കാന്നുണ്ടെങ്കിൽ അത് ഇരട്ടി ഐശ്വര്യമാണ് ഉണ്ടാകുന്നത്. പിന്നെ അത് വെക്കുന്നത് കൃത്യമായിട്ട് വെക്കത്തില്ലെങ്കിൽ നിങ്ങളത് വീട്ടിൽ മേടിച്ച് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം മേടിച്ച് വെച്ച് അത് നമ്മൾ നമ്മുടേതായ രീതിക്ക് തോന്നിവാസം പോലെ അത് കാണിച്ച് വെച്ചാൽ നമുക്ക് ഇരട്ടി ദോഷങ്ങളെ നമുക്കുണ്ടാകത്തുള്ളൂ, ഒരു ഐശ്വര്യം ഉണ്ടാകത്തില്ല. അങ്ങനെ കുബേര പ്രതിമ മേടിച്ച് വെച്ച് ശരിക്കും പണി കിട്ടിയ ഒരാളാണ് ഞാൻ. കാര്യം അതിങ്ങനൊന്നും ചെയ്യണമെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അതൊക്കെ അറിഞ്ഞ് ഇതിങ്ങനെ വെച്ച് പ്രശ്നങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കാണ് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത്. അറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലായി ഇത് ശരിക്കും പണി കിട്ടിയെന്നുള്ളത്. പിന്നെ ഞങ്ങളതെടുത്ത് ആറ്റിൽ ഒഴുക്കി കളയായിരുന്നു. പിന്നെ ഞാൻ വെച്ച കുബേര പ്രതിമയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രതിമയായിരുന്നു. പക്ഷേ നമ്മൾ ഇച്ചിരി വലിപ്പമുള്ളൊരു പ്രതിമ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ. അത് ഇച്ചിരി വെയിറ്റ് ഉള്ളതും കൂടെ ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പം ഈ ഒരു മന്ത്രം നിങ്ങൾ ചെല്ലുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും. പിന്നെ ഇത് നമ്മൾ എത്ര ദിവസം ചെല്ലണ്ടേന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ദിവസം ഇതങ്ങ് ഓരോ ദിവസം നമ്മൾ ദിവസം വിളക്ക് എത്തിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴേലും എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് നമ്മൾ ദിവസം പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഐശ്വര്യങ്ങൾ തന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്, കുബേരനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ കുബേരനെ കുറിച്ചെന്ന് പറഞ്ഞാൽ കുബേര മന്ത്രത്തെക്കുറിച്ചാണ്. ഇത് നമ്മൾ പ്രാർത്ഥിച്ച ഉറപ്പായിട്ടും നമുക്ക് ധനം വന്ന് ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഞാൻ പറയുന്നു, പണിക്ക് പോകാതിരുന്ന പട്ടിണി വന്ന് ചത്തുപോകത്തേ ഉള്ളൂ. പണിക്ക് പോകണം. പണിക്ക് പോയേച്ച് നമുക്ക് കിട്ടുന്ന സമ്പാദ്യം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുകയും നമുക്കത് നമ്മുടെ വീട്ടിൽ സ്വരുക്കൂട്ടി വെക്കാൻ പറ്റുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അന്ന് എനിക്കൊന്ന് ആരൊക്കെയോ ചോദിച്ചായിരുന്നു ഇതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ. പക്ഷേ അത് അന്നേരം എനിക്ക് കുറച്ച് തിരക്കായിപ്പോയി. അതിനെപ്പറ്റിയുള്ള ബാക്കി വീഡിയോസ് ഒന്നും എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോഴാണ് അതൊന്ന് പറ്റിയത്. അപ്പം നിങ്ങളിലേക്കൊന്ന് എത്തിച്ചേക്കെന്ന് വിചാരിച്ചു.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ് ഇതാക്കിയെന്നാരും പറയല്. 10 മിനിറ്റോ അല്ലെങ്കിൽ 9 മിനിറ്റോ ഉള്ളൂ വീഡിയോ. അതൊരു ഇച്ചിരി നേരം ക്ഷമയോടുകൂടി നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്ന് പറയുന്നതേ ഉള്ളൂ. അത് ക്ഷമയോടുകൂടി നിന്ന് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. കാര്യം എല്ലാവർക്കും പെട്ടെന്ന് ഈ കാര്യങ്ങൾ എന്നാണെന്നറിയണം, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം, പോകണം എന്നല്ലേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നല്ല വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങളിത് ചെല്ലാനും എടുക്കാനും. അല്ലാതെ നിങ്ങൾ മനസ്സിലാക്കാതെ അറ്റവും മൂലവും മാത്രം കേട്ടതിന് ശേഷം നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാതെ. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോയും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസുകൾ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ എല്ലാ വീഡിയോയും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മിക്ക വീഡിയോയിലും പറയുന്നുണ്ട്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇതൊക്കെ എനിക്ക് അറിഞ്ഞ് ഞാൻ അനുഭവിച്ച് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അല്ലാതെ ഇതിനെപ്പറ്റി ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുമോ ഇതിൻ്റെ കാര്യങ്ങൾ മാത്രം പഠിച്ച് ഈ ജ്യോത്സ്യമൊക്കെ പറയുന്നത് അങ്ങനെ പറയുന്നതല്ല. നമ്മുടെ അനുഭവങ്ങളിലൂടെ കിട്ടുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ കൂടെ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.